പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ LDCയുടെ ഒഴിവുകളെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ പറയുന്നത് നമുക്ക് നിലവിൽ 1459 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്ററി ഒഴിവുകൾ ഉള്ളത് എറണാകുളത്താണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റിന്റെ കാലാവധി ചോദിക്കുന്നവരുടെ പറയാനുള്ളത് 2025 വരെയാണ്. 2025 ജൂലൈ 31 വരെയാണ് നിലവിലത്തെ ലിസ്റ്റിന്റെ കാലാവധി ഉള്ളതെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ പറയുന്ന പോലെ തന്നെ വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള 14 ജില്ലകളിലേക്കുമായിട്ട് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 1459 ഒഴിവുകളാണെന്നും ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് എറണാകുളത്താണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ആന്റിസിപ്പേറ്ററി ഒഴിവുകളുടെ അനുസരിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു മാസത്തിനകത്ത് തന്നെ നടത്തുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കേരള PSC അറിയിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് എറണാകുളം ജില്ലയിലാണ്. 181 ഒഴിവുകളാണ് നിലവിൽ എറണാകുളത്തുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളത് വയനാടാണെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരത്ത് 145 ഒഴിവുകളാണ്, കൊല്ലത്ത് 96 ഒഴിവുകളാണുള്ളത്, പത്തനംതിട്ട ആണെങ്കിൽ നിലവിൽ 100 ഒഴിവുകളേ ഉള്ളൂ. അതുപോലെ തന്നെ ആലപ്പുഴ ആണെങ്കിൽ 69 ആണ്, കോട്ടയത്താണെങ്കിൽ 91 ആണ്, ഇടുക്കിയിൽ 89 ആണ്, എറണാകുളത്ത് 181 ആണ്, തൃശ്ശൂർ 117 ആണ്, പാലക്കാട് 118, മലപ്പുറം 119, കോഴിക്കോട് 99 ആണ്. വയനാട് ഏറ്റവും കുറവുള്ള വയനാടാണ്, 35 ഒഴിവുകൾ മാത്രമേ വയനാടുള്ളൂ. അതുപോലെ തന്നെ കണ്ണൂർ 150 ഒഴിവുകളുണ്ട്, കാസർഗോഡ് 50 ഒഴിവുകളാണ്. ആകെ മൊത്തത്തിൽ 1459 ഒഴിവുകളാണ് നിലവിലിപ്പോ LD ക്ലർക്ക് വിഭാഗത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാർത്തയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ബാക്കി വാർത്തകളിലേക്ക് കിടക്കാം. വിജ്ഞാപനങ്ങളിൽ മാറ്റം 25 വരെ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് തസ്തികകളിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്ത കാര്യമാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള വിവിധ വിഷയങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കാറ്റഗറിയിലേക്കുള്ള തസ്തികയിൽ 3% ഭിന്നശേഷി സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഗസറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയോ മെനയാന്നോ ഗസറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 25 ആക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മലയാളം ടീച്ചറിന്റെ കാറ്റഗറി മാറ്റം വഴിയുള്ള തസ്തികയാണ്. കണ്ടല്ലോ, 600/2021 എന്നാണ് കാറ്റഗറി നമ്പർ. അപ്പൊ ഇതിലേക്കുള്ള നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ KSABയിലേക്കുള്ള സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കുള്ള സബ് എഞ്ചിനീയറിന്റെ തസ്തികയിലേക്കും അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 25 ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LPSTയിലാണ് കേട്ടോ. നമ്മുടെ LP സ്കൂൾ ടീച്ചറിന്റെ കാറ്റഗറിയിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം വാർത്തകൾ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഒന്നാം ഘട്ട നിയമനം 2020 പേർക്കാണ് നിലവിൽ നടത്താനായിട്ട് പോകുന്നത് എന്നാണ്. LPSTയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലേക്കുള്ള ഫസ്റ്റ് ഫേസിന്റെ നിയമനം 2020 പേർക്കാണ് നിലവിൽ കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 11 ജില്ലകളിൽ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. 11 ജില്ലകളിൽ നിലവിലെ നിയമന ശുപാർശകളും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും LPSTയിലെ ഒന്നാം ഘട്ട നിയമന ശുപാർശ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നിയമന ശുപാർശകൾ ഉള്ള നമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലെയും കറക്റ്റ് കണക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ തിരുവനന്തപുരത്ത് 159 ആണ്, കൊല്ലത്ത് 163 ആണ്. അങ്ങനെ ഓരോ ജില്ലയിലെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫേസിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് ഫേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 പേർക്കാണ് ആദ്യഘട്ടത്തിലേക്ക് LPSTയിലേക്ക് നിയമനം നടത്താനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നിയമനമുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ 746 ഒഴിവുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നോക്കുകയാണെങ്കിൽ എറണാകുളത്താണ്. 13 ഒഴിവുകൾ മാത്രമേ എറണാകുളത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ LPSTയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് അറിയിപ്പുകൾ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെയിൽസ് അസിസ്റ്റന്റിന്റെ അർഹതാ ലിസ്റ്റിൽ 2169 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടതാണ്, നമ്മൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. കരകൗശല വികസന കോർപ്പറേഷൻ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് വകുപ്പിലേക്കുള്ള സെയിൽസ് അസിസ്റ്റന്റിന്റെ അർഹതാ ലിസ്റ്റിൽ 2169 പേരെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് 2021 ഓഗസ്റ്റ് 30 നവംബർ 13 തീയതികളിൽ നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിൽസ് അസിസ്റ്റന്റ് കട്ട് ഓഫ് നമ്മൾ കണ്ടതാണ്. നല്ല വലിയ കട്ട് ഓഫ് വരെയാണ് ഉണ്ടായിരുന്നത്. 52.48 നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇതിൽ വനിതകൾക്ക് 50% ഒഴിവുകൾ നീക്കി വെച്ചിരുന്നതിനാൽ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അല്ലെ, അതിനകത്ത് ലിസ്റ്റിനകത്ത് തന്നെ കണ്ടതാണ്. മെയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ലിസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അതുപോലെ തന്നെ
പുരുഷന്മാരുടെ ലിസ്റ്റിൽ 1092 പേരും വനിതകളുടെ ലിസ്റ്റിൽ 1077 പേരുമാണ് നിലവിൽ ഉണ്ടായിരുന്നതെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് 71 പേർക്ക് കൂടി നിയമനം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നിയമനം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18 പേർക്ക് കൂടി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നിയമനവും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർവകലാശാല അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിലെ 71 പേർക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ നിന്ന് 18 പേർക്കുമാണ് നിയമന ശുപാർശ നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. കേരള, MG, കാലടി, കാലിക്കറ്റ്, അതുപോലെ തന്നെ കാർഷിക, കുഫോസ്, വെറ്റിനറി, കണ്ണൂർ, കുസാറ്റ്, ആരോഗ്യ സാങ്കേതിക ശാലകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനങ്ങൾ നടത്താനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കാറ്റഗറി നമ്പേഴ്സും അതുപോലെ തന്നെ വിശദമായ നിയമന നിലയുടെയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓപ്പൺ മെറിറ്റിൽ 502 പേര്, ഈഴവയിൽ 504 പേര്, അങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സിന്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ എന്തായാലും 71 പേർ കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തതാണ്. +2 പ്രിലിമിനറിയുടെ 1ാം ഘട്ടവും 2ാം ഘട്ട പരീക്ഷകളും എഴുതാൻ കഴിയാത്തവർക്ക് ഒരിക്കൽ കൂടി 3ാം ഘട്ട പരീക്ഷയിലേക്ക് അപ്പിയർ ചെയ്യാനുള്ള അവസരം കേരള PSC കൊടുക്കുന്നുണ്ട്. അത് പക്ഷെ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമെന്നാണ് പറയുന്നത്. കാരണം യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലോ നിങ്ങളുടെ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് ആവശ്യമുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും +2 പ്രിലിമിനറിയുടെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ എഴുതാൻ കഴിയാത്തവർക്ക് 3ാം ഘട്ടത്തിലേക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 6, 27 തീയതികളിലെ +2 ലെവൽ പ്രിലിമിനറി എഴുതാൻ കഴിയാത്തവർക്ക് സെപ്റ്റംബർ 17 നടക്കുന്ന 3ാം ഘട്ട പരീക്ഷയോടൊപ്പം എഴുതാൻ അവസരം കേരള PSC കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. PSC പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ, സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷ എഴുതുന്നവർ, അതുപോലെ തന്നെ അപകടങ്ങൾ കാരണം ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ, പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, അതുപോലെ തന്നെ പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്നവർ എന്നിവർക്കാണ് ഈ ഒരു അവസരം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതാനുള്ള അസൗകര്യം തെളിയിക്കുന്ന രേഖകൾ ഓഗസ്റ്റ് 31-നകം തന്നെ എന്ത് ചെയ്യണം, അവരവരുടെ ജില്ലകളിലേക്കുള്ള ഓഫീസുകളിൽ കൊണ്ടുകൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിലോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി കൊടുക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട്, കേരള PSC പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുള്ളവർ ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചു ചോദിച്ചാൽ കേരള PSC റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇത്രയും വാർത്തകളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളായിട്ട് അറിയിക്കാനുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫലപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നോട്ടുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാമിലെ ID ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇന്ന് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു 9 മണിക്കകത്ത് ഞാൻ ആ മോക്ക് ടെസ്റ്റിന്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.